കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയവർക്ക് സ്വീകരണ വേദിയായത് കെ കരുണാകരനും കല്യാണിക്കുട്ടിയമ്മയും അന്തി ഉറങ്ങുന്ന തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരം. പത്മജ വേണുഗോപാൽ മുൻകൈയെടുത്ത് ബിജെപിയിലേക്ക് എത്തിച്ച 20-ലധികം പേർക്കാണ് കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തോട് ചേർന്ന് സ്വീകരണമൊരുക്കിയത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ കോൺഗ്രസുകാരെ ബിജെപിയിലെത്തിക്കാൻ താൻ മുന്നിട്ടിറങ്ങുമെന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായാണ് പൂങ്കുന്നത്തെ മുരളി മന്ദിരം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്ക് വേദിയാകുന്നത്. അതും കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയവർക്കുള്ള സ്വീകരണത്തിന്. കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹികളടക്കം 20-ലധികം പേരാണ് ബിജെപിയിലെത്തിയത്. പത്മജ വേണുഗോപാൽ മെമ്പർഷിപ്പ് നൽകി പ്രവർത്തകരെ സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ കോൺഗ്രസുകാരെ താൻ മുൻകൈയെടുത്ത് ബിജെപിയിലെത്തിക്കുമെന്നും വേദിയിൽ പത്മജ പ്രഖ്യാപിച്ചു. ഇനി തുടങ്ങിയിട്ടുള്ളൂട്ടാ, ഇവരത്തിലൊന്നും നിർത്തില്ല. ഞാൻ തുടങ്ങും. തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞാൽ സമയം കിട്ടും, എല്ലാ സ്ഥലത്തും ഞാൻ പോകും പറ്റുന്ന കാര്യം. കാരണം എനിക്കറിയാം, അവരെന്നോട് സങ്കടം പറയുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇവരെല്ലാവരും സങ്കടം പറഞ്ഞിരുന്ന എന്നോടാ, കോൺഗ്രസ്സുകാർ പലരും. അപ്പോൾ എനിക്ക് ആളെ പിടിക്കാൻ എളുപ്പം, നേരെ പോയി അവരെ കണ്ടി കൊണ്ടുവന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും സങ്കടപ്പെട്ട് അവരവിടെ നിൽക്കുന്നത്. കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിൽ പ്രാർത്ഥന നടത്തിയാണ് ബിജെപി നേതാക്കളും പ്രവർത്തകരും മടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.